ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ അബൂബക്കർ കുന്നമ്മൽ ഫ്രം വണ്ടൂർ. ഇന്ന് പറയാൻ പോകുന്നത് അലർജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചാനലിലൊക്കെ പല ബ്രേക്കിംഗ് ന്യൂസൊക്കെ കാണാറുണ്ട്. ചെമ്മീൻ കഴിച്ച് വിദ്യാർത്ഥി മരിച്ചു, അല്ലെങ്കിൽ ചെമ്മീൻ കഴിച്ച് ഉടനെ മരണം, അതേപോലെ ഷവർമ്മ കഴിച്ച് അവിടെ മരിച്ചു. ഇതുപോലുള്ള പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെമ്മീനൊക്കെ കഴിച്ചാൽ ഉടനെ മരിക്കുമോ, അതല്ലെങ്കിൽ ഷവർമ്മ കഴിച്ചാൽ അപ്പം തന്നെ ആൾ മരിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം ഭക്ഷണ സാധനങ്ങളോട് അലർജി ഉള്ളവർ ഇത് കഴിച്ചാൽ മരണപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിശദമായത് പറയുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നടുവേദനയെക്കുറിച്ചും മുട്ടുവേദനയെക്കുറിച്ചും കഴുത്തുവേദനയെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശേഷിച്ചും ദോഹ ഖത്തറിൽ നിന്ന് കുഞ്ഞി മുഹമ്മദ് പൂക്കോട്ടുംപാടം, എറണാകുളം പടമുകളിൽ നിന്ന് സന്ധ്യ, UAE നിന്ന് ഡോക്ടർ റംസീന, കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് അഡ്വക്കേറ്റ് ജമാൽ പാറക്കൽ, മലപ്പുറം തിരൂർക്കാട് നിന്ന് അസ്ലം, പട്ടാമ്പി കുമരനെല്ലൂരിൽ നിന്ന് ബൈസി ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മെഡിക്കൽ സയൻസിൽ അനാഫൈലാക്റ്റിക് ഷോക്ക് എന്നൊരു സംഭവമുണ്ട്. അതിന് പല കാരണമുണ്ട്. അതിലൊരു കാരണം അലർജിയാണ്. അത് നമ്മൾ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞ് ആൾ തലയിറങ്ങി വീണ് ബോധം പോയി ആൾ പെട്ടെന്ന് മരണപ്പെട്ടു ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അനാഫൈലാക്റ്റിക് ഷോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ വരാൻ നേരത്തെ പറഞ്ഞു പല കാരണങ്ങളുമുണ്ട്, പല ഭക്ഷണങ്ങൾക്കും ഇത് വരാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഷെൽഫിഷ് അഥവാ തോടിനുള്ളിൽ ഉണ്ടാകുന്ന ജീവികൾ, അതായത് കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ ഉണ്ടാകുന്ന ജീവികൾ, അതായത് ചെമ്മീൻ, ഞണ്ട്, കക്ക തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഷെൽഫിഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ അലർജി വരാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇതോടൊപ്പം നമുക്ക് മത്സ്യം, മാംസം, മുട്ട, പാൽ ഇതിനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ചെമ്മീൻ പോലുള്ളവ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. ഇത് ആദ്യമായി കഴിക്കുമ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊക്കെ വളരെ കുറഞ്ഞ അളവിലേ കഴിക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ പാചകം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുകയും വേണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഈ ചെമ്മീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് മുതൽക്ക് അതൊരു വിവാദ കഥാപാത്രമാണ്. ഇപ്പോൾ പല മതവിശ്വാസികളും, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ജൈനമതം, ബുദ്ധമതം, ബ്രാഹ്മണ മതമൊന്നും മത്സ്യമാംസമുട്ടൊന്നും കഴിക്കാറില്ല. എന്നാൽ ഇതൊക്കെ കഴിക്കാമെന്ന് പറയുന്ന സെമിറ്റിക് മതങ്ങളിൽ യഹൂദമതം അനുയായികൾക്ക് ചെമ്മീൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ചില ഇസ്ലാം മതത്തിലും ചില ഹദീസ് പണ്ഡിതന്മാർ ഇതിനെ മറ്റൊരു വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഹലാലും ഹറാമും അല്ലാത്ത മൂന്നാമത്തെ വിഭാഗമുണ്ട്. വേണമെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഈ ചെമ്മീൻ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി ആയുർവേദത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ചിളി ചീമം സർവ്വദോഷകൃത് എന്നാണ് പറയുന്നത്. അത് ചെമ്മീൻ എല്ലാ ദോഷങ്ങളെയും വർദ്ധിപ്പിക്കും, എല്ലാ രോഗങ്ങളെയും വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇത്ര ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെമ്മീൻ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കഴിക്കാൻ പോകും. നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ അളവ് കഴിക്കണം, അതുപോലെ നന്നായി പാകം ചെയ്തും വേണം കഴിക്കാൻ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഷവർമ്മയുടെ കാര്യം. ഈ ഷവർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ പലതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അതിനുവേണ്ടി ഷവർമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന മാംസ ഗോളം പോലെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പലതും ചേർക്കുന്നുണ്ട്. എണ്ണ, നെയ്യ്, കോഴിമുട്ട, ഇങ്ങനെ പലതും ചേർക്കുന്നത് നമുക്ക് നെറ്റിലടിച്ചാൽ കാണാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിലെ പ്രോട്ടീൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള എപ്പോഴും സാധ്യതയുണ്ട്.
പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഷവർമ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സാലഡുകൾ കഴിക്കാറുണ്ട്, മയോണൈസ് കഴിക്കാറുണ്ട്, വേറെ ചില സോസുകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ സാലഡുകളും മയോണൈസൊന്നും പാചകം ചെയ്യാതെയാണ് ഉണ്ടാക്കാറ് അധികം. നമ്മൾ ഈ പച്ചയായിട്ടുള്ള ഇലകളും അതുപോലെ തൈര്, കോഴിമുട്ടയുടെ വെള്ള, വെളുത്തുള്ളി ഇതൊക്കെ പച്ച തന്നെ അരച്ച് കണ്ടൊക്കെയാണ് ഇതൊക്കെ തയ്യാറാക്കൽ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ അലർജിയോട് കൂടി നമുക്ക് ഭക്ഷ്യവിഷബാധ കൂടി ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. കാരണം സൂക്ഷ്മജീവികളൊന്നും നശിക്കുന്നില്ല, ബാക്ടീരിയ, വൈറസ്, സാൽമണല്ല. അപ്പോൾ ഈ സാൽമണല്ല നമ്മുടെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും, കരൾ വീക്കം ഉണ്ടാവും, ആൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു 100 പേര് ചെമ്മീൻ കഴിച്ചാൽ അതിൽ 1-2 പേർക്കാണ് ഒരു അലർജി ഉണ്ടാവുക. അത് അപൂർവമായിട്ടാണ് ഇങ്ങനെ ആൾ മരണപ്പെടാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ചാനലിലൊക്കെ കാണാറുണ്ട്. അത് ചിലപ്പോൾ അലർജി ഉണ്ടാവാം, ചിലപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെമ്മീൻ്റെ കാര്യത്തിലും ഷവർമയുടെ കാര്യത്തിലൊക്കെ പറയാനുള്ളത്. ഇതോടൊപ്പം മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും അലർജി ഉണ്ടാവാറുണ്ട്. കൂടുതലും കാണാറുള്ളത് പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ്. അത് മത്സ്യം, മാംസം, മുട്ട, പാല് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക്, ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഇങ്ങനത്തേനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കാൻ പാടുള്ളൂ. നമുക്ക് കാരണം ഇപ്പോൾ ഒരു പാൽ കുടിക്കുന്ന കുട്ടി, ചെറിയ കൊച്ചു കുട്ടി, ഇപ്പോൾ തുടർച്ചയായി ജലദോഷവും മേലിൽ നമ്മൾ ചിരങ്ങ് ചോറി എന്നൊക്കെ വിളിക്കുന്ന ആ അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക ആ കുട്ടിക്ക് പാലിന് അലർജി ഉണ്ടെന്ന്. അത് ചിലപ്പോൾ മുലപ്പാലിനാവാം, ചിലപ്പോൾ പശുവിൻ പാലിനാവാം. അപ്പോൾ ഈ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ അനാഫൈലാറ്റിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. അതിന് നമ്മൾ പാമ്പ് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, അതുപോലെ തന്നെ പെട്ടെന്ന് അതിനെ മറുമരുന്ന് പ്രയോഗിച്ചില്ലെങ്കിൽ ആൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇതുപോലുള്ള ഈ ജലദോഷം, അലർജി, പിന്നെ ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും പലരും ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികകളും കോർട്ടിസോൺ ഓയിൽമെൻറ്റൊക്കെ വെച്ച് എൻ്റെ അലർജി മാറിയെന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമൊന്നുമില്ല. അലർജി എല്ലാവർക്കൊന്നും മാറാറൊന്നുമില്ല. ഇപ്പോൾ അപൂർവം ചിലർക്ക് മാത്രം കുട്ടിക്കാലത്തുള്ള അലർജി കുറച്ച് പ്രായമായി മാറാറുണ്ട്. അധികം ആൾക്കാർക്കും നമ്മൾ ഈ ഭക്ഷണ സാധനം ഒഴിവാക്കിയാൽ മാത്രമേ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാറുള്ളൂ. നമ്മൾ നിയന്ത്രിക്കാതെ നമ്മൾ ഈ പറഞ്ഞ മരുന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ, അതായത് ഓയിൻമെൻറ്റും ആൻറ്റിഹിസ്റ്റമിൻ ഗുളിക മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അതിന് വലിയ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അതായത് തുടർച്ചയായ മൈഗ്രെയിൻ, ശ്വാസമുട്ടൽ, ഈ എക്സിമ, സോറിയാസിസ് പോലത്തെ ലക്ഷണങ്ങളുടെ അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, നമസ്കാരം.